നല്ല മധുരം. വെള്ളെടുക്കാൻ നിൽക്കുമ്പോ പഞ്ചസാര തീർന്നു. എന്നിട്ട് മധുരം മനസ്സിലുണ്ടെങ്കിൽ വെറുതെ സ്പൂണിട്ട് ഇളക്കിയാലും മതി. ഇട്ടിച്ചിനെന്തിനാ എപ്പോഴും ഈ കസര തന്നെ ഇരിക്കണത്? വേറെ എന്നാ ചെയ്യാനാ? ആരെങ്കിലും പണയം വെക്കാൻ വരും, അപ്പൊ ഇവിടെ വേണമല്ലോ. കാണുമ്പോ തോന്നും ഇട്ടിച്ചിനവിടെ പണയം വെച്ചിരിക്കണ പോലെയാണ്. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? എന്നതാ? ഇട്ടിച്ചന് മേരി ചേച്ചിയെക്കാളും പ്രായം കുറവല്ലേ? എന്നോട് നുണ പറയണ്ട. ഒരു 10 വയസ്സെങ്കിലും കുറവാ. ഇട്ടിച്ചനെ കണ്ട അങ്ങനെ തോന്നൂ. കല്യാണി വെറുതെ. സത്യം. മുഖത്തൊന്ന് സൂക്ഷിച്ചു നോക്കിയാ ചെറുപ്പക്കാരനെ പോലെ. ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി ഒരു പാന്റും ഷർട്ടും ഇട്ട് ഈ കുപ്പി കണ്ണാടയും കൂടെ മാറ്റിയ ഒരു സിനിമ നടനെ പോലെ ഉണ്ടാവും. ഓ, അതൊക്കെ ഇനി പറഞ്ഞിട്ടെന്നാ? ഇട്ടിച്ച മനുഷ്യന് ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിച്ച് തന്നെ തീർക്കണം. എന്റെ കെട്ടിയോൻ ചത്തു, വേണമെങ്കിൽ എനിക്കൊരു വെള്ളസാരി എടുത്ത് നടന്നാ പോരെ? എന്താ നടക്കാത്തത്? ഇത് തന്നെ കാര്യം. ജീവിതം ഒന്നേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ രൂപത്തില് ഞാൻ ഇട്ടിച്ചനെ സ്വപ്നം കണ്ടു ഇന്നലെ. ചുമ്മാ. ആന്നേ, എന്തൊരു ഭംഗി, എന്തൊരു ചെറുപ്പം. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. സ്വപ്നത്തിൽ ഞാൻ മാത്രമായിരുന്നോ? അല്ല, പിന്നെ ഞാനും. ഇട്ടിച്ചൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്. മുഖത്ത് നോക്കാൻ നാണായിട്ട് വയ്യ. ഞാൻ പോട്ടെ ചെറുപ്പക്കാരാ. പാന്റും ഷർട്ടും എന്നൊക്കെ പറഞ്ഞ ജീവിതം ഒന്നേ ഉള്ളൂ. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഓ, ആയിക്കോട്ടെ. ടീച്ചറില്ലേ? അമ്മ പുറത്തു പോയിരിക്കുക. ഞങ്ങൾ ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിൽ നിന്ന് വരിക. അമ്മ എപ്പോ വരും? ലിറ്റിൽ ഫ്ലവർ ഓർഫനേജ് കരുണേട്ടന്റെ? അതെ, അത് തന്നെ. ഒരു മിനിറ്റ്, ഞാൻ വരാം. ഈ ആദ്യത്തെ രണ്ടെണ്ണം ഏട്ടാ, മനസ്സിലായോ? ഏട്ടാ, എന്താടാ? കരുണേട്ടന്റെ ഓർഫനേജിൽ നിന്ന് സിസ്റ്റർമാർ വന്നിരിക്കുക. ഭീമേട്ടനൊക്കെ എവിടെയാ? അവൻ അടുക്കളയിൽ കാണും. ഭീമേട്ടാ, ഭീമേട്ടാ, ഓ എപ്പോഴും തീറ്റ തന്നെ. അതവിടെ വയ്ക്കങ്ങോട്ട്. വന്നേ, പറയട്ടെ, വന്നേ. എന്താ കരുണേട്ടന്റെ ഓർഫനേജിൽ നിന്ന് സിസ്റ്റേഴ്സ് വന്നിരിക്കുന്നെന്ന്. അമ്മയില്ലാത്ത അവസരം, പറ്റിയ സമയം. നമുക്കെല്ലാം അവരോട് ചോദിച്ചറിയാം. പിന്നെ ഒരു കാര്യം, ആരും വിഡ്ഢിത്തങ്ങൾ എഴുന്നള്ളിക്കും കേട്ടല്ലോ. പിന്നെ ഭീമേട്ടൻ മിണ്ടണ്ട. പെട്ടെന്ന് വാ. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. ടീച്ചർ മക്കളെ പറ്റി എപ്പോഴും പറയും. ആരെയും നേരിട്ട് കണ്ടിട്ടില്ല. ഒരാളെ കണ്ടിട്ടുണ്ടല്ലോ. ഇല്ല, ആരെയും കണ്ടിട്ടില്ല. സിസ്റ്ററിന് അനാഥാലയത്തിലെ പഴയ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും അല്ലേ? കൊറേയൊക്കെ. അനാഥാലയത്തിൽ കുട്ടികളെ ഏൽപ്പിക്കുന്ന ആളുകൾ തന്നെ അവരെ തിരിച്ചു കൊണ്ടുപോകാൻ വരാറുണ്ടോ? എന്റെ അറിവിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. കർണനെ അനാഥാലയത്തിൽ കൊണ്ടുവന്നതാരാ? അതെനിക്കറിയില്ല. ആ സമയത്ത് മദർ സുപ്പീരിയർ ആയിരുന്നു ചാർജ്. അവരിപ്പോ എവിടെ ഉണ്ട്? മരിച്ചുപോയി. അപ്പൊ ആ തെളിവ് നശിപ്പിച്ചു.
ജനിച്ച ഉടനെയാണോ കർണനെ കൊണ്ടുവന്നത്? എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? പറയണം.